തൃശൂർ ചേലക്കരയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ഉടുമ്പടി ചെറങ്കോണം പുലിപ്പാറ പ്രദേശത്താണ് കാട്ടാനയെ പ്രദേശവാസികൾ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആനയെ തുരത്താനുള്ള ശ്രമം തുടരുന്നു. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷിനാശം വരുത്തിയിരുന്നു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതിന് ആനയെ തുരത്താനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വൈകിട്ട് രാത്രിയോടെയാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. ഉടുവടി, ചെറങ്കോണം, അതുപോലെ തന്നെ പുലിപ്പാറ പ്രദേശത്താണ് നാട്ടുകാർ ഈ കാട്ടാനയെ കണ്ടത്. ഉടൻ വനം വകുപ്പിനെയും പഞ്ചായത്ത് അധികൃതരെയും പഴയന്നൂർ ബ്ലോക്ക് അധികൃതരെയും ഒക്കെ വിവരമറിയിച്ചു. മച്ചാട് റേഞ്ച് ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ വിനോദിന്റെ നേതൃത്വത്തിലുള്ള വനപാലകർ, അതുപോലെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM അഷ്റഫും അതുപോലെ നാട്ടുകാരും ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം അവിടെ ഉണ്ട്, പ്രദേശത്തുണ്ട്. പടക്കം പൊട്ടിച്ച് ഈ ആനയെ കാട് കയറ്റാനുള്ള നടപടികൾ തുടർന്നു വരികയാണ്. വൈകാതെ തന്നെ കാട് കയറ്റി വിടാനാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരുള്ളത്. കഴിഞ്ഞ ദിവസവും മേഖലയിൽ സമാന രീതിയിൽ കാട്ടാന ഇറങ്ങി വലിയ രീതിയിൽ കൃഷിനാശം വരുത്തിയിരുന്നു. വാഴയും മറ്റ് അനുബന്ധ കൃഷികളും ഒക്കെ കാട്ടാന നശിപ്പിച്ചിരുന്നു. നമുക്കറിയാം, അതിന്റെ തലേദിവസമാണ് മുള്ളൂർക്കര ഭാഗത്ത് വാഴക്കൊമ്പൻ ഇറങ്ങി സമാന രീതിയിൽ വാഴകൃഷിയും മറ്റുമൊക്കെ നശിപ്പിച്ചത്. ആ വീടിന് സമീപത്ത് കൂടെ നടന്നു പോകുന്ന ദൃശ്യ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അത് സഹിതം നമ്മൾ വാർത്ത നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയിലും ഈ പ്രദേശത്ത് എളനാട് ഈ പറയുന്ന ഉടുവടി മേഖലയിലൊക്കെ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ച് ഇന്ന് വീണ്ടും വൈകിട്ടോടെയാണ് ഈ മേഖലയിൽ വീണ്ടും കാട്ടാന എത്തിയത്. എന്തായാലും ആനയെ തുരത്താനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആതിര, അനീഷ്, അതുപോലെ തന്നെ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇന്ന് നാശനഷ്ടം ഉണ്ടാക്കിയതായിട്ടുള്ള വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ആന ഈ മേഖലയിൽ തൽസ്ഥിതി തുടർന്നാൽ, ഈ ജനവാസ മേഖലയിൽ തുടർന്നാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഈ കഴിഞ്ഞ ദിവസത്തെ പോലെ വരാം. അതുപോലെ തന്നെ മറ്റ് വീടുകളൊക്കെ ഉള്ള പ്രദേശമാണ്. വീടുകൾക്ക് നേരെയൊക്കെ ആ ആക്രമണം അയച്ചുവിടാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം മുന്നിൽ കണ്ടാണ് ഈ വനവകുപ്പ് പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്നപ്പോൾ പടക്കം പൊട്ടിച്ചും മറ്റും ശബ്ദമുണ്ടാക്കിയും ഒക്കെ ആനയെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. വാളാനി വനമേഖലയിൽ നിന്നാണ് ഈ പ്രദേശങ്ങളിലേക്കൊക്കെ കാട്ടാന എത്തുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഈ മേഖലയിൽ RRT സംഘത്തെ നിയോഗിക്കണമെന്നുള്ള ഒരു ആവശ്യം വലിയ രീതിയിൽ ഈ പ്രദേശത്തുള്ളവരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി വാളാനി വനമേഖലയിൽ നിന്നും ഈ സംസ്ഥാന പാത മുറിച്ചു കടന്നാണ് ഇത്തരത്തിൽ ഈ ജനവാസ മേഖലയിലേക്ക് കഴിഞ്ഞ ദിവസവും ഇന്നലെയും ഇന്നും ഒക്കെ കാട്ടാന എത്തുന്നത്. അത് തടയാൻ പ്രത്യേകിച്ച് വനവകുപ്പിന്റെ RRT സംഘത്തെ ഈ മേഖലയിലേക്ക് മാത്രമായി നിയോഗിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി വലിയ രീതിയിൽ ഈ മേഖലകൾ ഉന്നയിക്കുന്നു. എന്തായാലും ആനയെ തുരത്താനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആതിര, ശരി അനീഷ്. തൃശൂർ ചേലക്കരയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ഉദംവടി, ചിറങ്കോണം, പുലിപ്പാറ പ്രദേശത്താണ് കാട്ടാനയെ പ്രദേശവാസികൾ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആനയെ തുരത്താനുള്ള ശ്രമം തുടരുകയാണ്.